അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളൂ. അപ്പോൾ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. ഇന്നലത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീട് നമ്മുടെ രോഹിത്തിന് കിട്ടുകയാണ്. അപ്പോൾ ഇതെല്ലാവരും അറിയുകയാണ്. അങ്ങനെ ശാലിനി അറിഞ്ഞു. അപ്പോൾ ശാലിനി ചാർജ് എടുക്കുന്നുണ്ട്, ADMനോട് സംസാരിക്കുന്നുണ്ട്. ഇത് ലേലത്തിൽ നിങ്ങൾ എന്താ പറയുക, ഇത്രയും കുറഞ്ഞ് ചെയ്തതിനെതിരെയൊക്കെ അവൾ പ്രതികരിക്കുന്നുണ്ട്. അപ്പം വീണ്ടും ഈ ലേലം വയ്ക്കാനൊക്കെ സാധ്യതയുണ്ട്. അതിൻ്റെ ഇടയിലൂടെയാണെങ്കിൽ നമ്മുടെ രാഘവൻ നായർ ഇതൊക്കെ അറിഞ്ഞ രാഘവൻ നായർക്കും വിഷമാവുന്നു. ഉപേന്ദ്രൻ വന്ന് രാഘവൻ നായരോടുമായിട്ട് കൊമ്പ് കോർക്കുന്നുണ്ട്. അങ്ങനെ നല്ല നല്ല എപ്പിസോഡാണ് വരുന്നത്. അപ്പം നമ്മുടെ രാഘവൻ നായർക്ക് നെഞ്ചുവേദന വരുന്നു. അപ്പോൾ ശാരദാമ്മയ്ക്കാണ് നമ്മുടെ സത്യഭാമയ്ക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയാത്തത്. കാരണം അവർക്ക് ഒന്നാമത് അയാളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ. ആരെ വിളിക്കും? കാരണം മകനാണെങ്കിൽ അവിടെ ഇല്ല. മകൻ ലോറിയായിട്ട് എവിടെ പോയിരിക്കുന്നു, മകനെ എങ്ങനെ വിളിക്കും, ആരാണ് ആശുപത്രി കൊണ്ട് ഒന്നും അറിയില്ല. അങ്ങനെ അവർ വിളിക്കുന്നത് ആരെയാണ്? ശാലിനിയാണ്. അങ്ങനെ ശാലിനിയാണ് അച്ഛന് വയ്യ എന്നും പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പം അങ്ങനെ ശാലിനിയെ വിളിക്കുന്ന സമയത്ത് ശാലിനി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അപ്പം നമ്മുടെ ശാരദ ടീച്ചർ പറയുന്നു, കൈ ഒഴിഞ്ഞവരായിരിക്കും ആപത്ത് കാലത്ത് കൂടെ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അപ്പം രാഘവൻ നായർക്കും നെഞ്ചുവേദന രാഘവൻ നായരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് എപ്പിസോഡ് കടന്നു പോകുന്നത്. അപ്പം പിന്നീടാണെങ്കിൽ നമ്മുടെ വിഷ്ണു വന്ന് ശാലിനിക്ക് കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം സ്വന്തം അച്ഛനെ രക്ഷിക്കാൻ മനസ്സ് കാണിച്ചില്ല. കാരണം അവളായതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ ചെയ്ത്. കാരണം സത്യഭാമയുടെ സ്വഭാവം അനുസരിച്ച് ശാലിനിക്ക് പോകേണ്ട ഒരാവശ്യമില്ല. കാരണം അവളെ ഓരോന്ന് പറഞ്ഞ് എന്താ പറയുക വിഷമിച്ചിരുന്നത് അവരാണ്. അപ്പം എല്ലാവരും എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.